നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരർ രാജീവ് റിമാൻഡിൽ. ഗൂഢാലോചനയിൽ തന്ത്രിയും പങ്കാളിയെന്ന് അറസ്റ്റ് റിപ്പോർട്ട്. ആചാരലംഘനത്തിന് കൂട്ടുനിന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയെന്നും കട്ടിളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തുവെന്നും കണ്ടെത്തൽ. തന്ത്രിയുടെ അറസ്റ്റ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ. മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് സണ്ണി ജോസഫ്. വമ്പൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടേണ്ടതുണ്ടെന്ന് രമേശ് ചെന്നിത്തല. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടായിട്ടില്ല എന്ന് DGP. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ക്രൈംബ്രാഞ്ച് FIRലെ മുഴുവൻ പേരും പ്രതികളാകും. അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് നൽകാത്തതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. വിജയ് ചിത്രം ജനനായകന് കനത്ത തിരിച്ചടി. ചിത്രം റിലീസ് ചെയ്യാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് ഡിവിഷൻ ബെഞ്ചിന്റെ സ്റ്റേ. കേസ് ഇനി പരിഗണിക്കുക 21-ന് മാത്രം. നിർമ്മാതാക്കൾ സുപ്രീം കോടതിയിലേക്ക്. ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിന് പിന്നിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈഗോ എന്ന് വെളിപ്പെടുത്തൽ. കരാർ നടപ്പാകാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിക്കാത്തതുകൊണ്ടെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്. കരാറിൽ ഒപ്പിടാൻ മോദി നേരിട്ട് വിളിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നതായും ലുട്നിക്. ഡിജിറ്റൽ ഇടങ്ങളിലെ അപകടങ്ങൾ സംബന്ധിച്ച മുന്നറിയിപ്പുമായി UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപരിചിതമായ സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ ലിങ്കുകൾ തുറക്കുകയോ ചെയ്യരുത് എന്ന മുന്നറിയിപ്പ്. വിവരസാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്താൽ കനത്ത ശിക്ഷ കിട്ടുമെന്നും അധികൃതർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം വെട്ടിച്ചുരുക്കാൻ നാസ. തീരുമാനം സംഘത്തിലെ ഒരംഗത്തിന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന്. യാത്രികരെ തിരികെ എത്തിക്കുന്നത് നിശ്ചയിച്ചതിലും 1 മാസം മുൻപ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ആദ്യം. വിശദമായ വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരർ രാജീവരെ റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കേസിൽ തന്ത്രി രാജീവ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഈ ജാമ്യാപേക്ഷ 13-ന് കോടതി പരിഗണിക്കും. ഇന്ന് രാവിലെയായിരുന്നു തന്ത്രിയെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തി. അതേസമയം കേസിലെ ഗൂഢാലോചനയിൽ തന്ത്രി പങ്കാളി എന്നാണ് SITയുടെ അറസ്റ്റ് റിപ്പോർട്ടിലുള്ളത്. കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നത് തന്ത്രി തടഞ്ഞില്ല എന്നും മുഖ്യ പുരോഹിതനായ തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ല എന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പാളികൾ കൊണ്ടുപോകുന്നത് ആചാര ലംഘനമെന്ന് ബോർഡിനെ അറിയിച്ചില്ല എന്നും അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. തന്ത്രി മറ്റു പ്രതികൾക്കൊപ്പം ഗൂഢാലോചന നടത്തി ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കിയെന്നും തന്ത്രിയുടെ അനുമതിയോടെയല്ല കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് എന്നും എന്നിട്ടും ഇക്കാര്യം ദേവസ്വം ബോർഡിനെയോ ബന്ധപ്പെട്ടവരെയോ അറിയിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെ കൊണ്ടുപോയെന്ന് തന്ത്രി അധികൃതരെ അറിയിച്ചിട്ടില്ല എന്നും പാളുകൾ ഇളക്കുന്ന ദിവസം ഉൾപ്പെടെ ശബരിമലയിൽ ഉണ്ടായിട്ടും മൗനാനുവാദം നൽകിയെന്നും തന്ത്രിയുടേത് കുറ്റകരമായ മൗനാനുവാദം എന്നുമാണ് SITയുടെ അറസ്റ്റ് നോട്ടീസിൽ പറയുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. SIT ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തനം. ഹൈക്കോടതി SIT അന്വേഷണത്തിൽ തൃപ്തരാണെന്നും അദ്ദേഹം പറഞ്ഞു. SIT is functioning totally free with the full freedom there, and it is functioning under the supervision of the Honorable High Court of Kerala, and hence there is no pressure at all. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും ഇനിയും. Whatever evidence they collect, and that only can lead to particular. SIT has been given the full free hand. They are doing investigation properly. Recently, they are submitting all their reports to the High Court. High Court is satisfied. Whatever under the Supreme. തന്ത്രി അറസ്റ്റ് ചെയ്തതിൽ പ്രത്യേകം പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് മന്ത്രി VN വാസവൻ. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയതാണ്. ഓരോ ഘട്ടത്തിലും പ്രത്യേകമായി അഭിപ്രായം പറയുന്നില്ല. വ്യത്യസ്ത അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ പറയാമെന്ന് മന്ത്രി പറഞ്ഞു.
അന്വേഷണം നടക്കട്ടെ. നമ്മൾ അതിനകത്ത് എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടം നടക്കുന്ന കാര്യമാണ്. അതിനിടയ്ക്ക് ഓരോ ദിവസം നടക്കുമ്പോൾ എല്ലാം പ്രതികരിക്കുന്നത് ശരിയല്ല. അപ്പോൾ അന്വേഷണം ശരിയായ ദിശയിൽ നമ്മൾ കോടതി സംതൃപ്തി രേഖപ്പെടുത്തിയല്ലോ, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വന്നെങ്കിൽ അപ്പോൾ പറയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. മന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്ന് ചോദിച്ച അദ്ദേഹം മന്ത്രിയുടെ അഭിമുഖമാണോ SIT എടുത്തതെന്നും പരിഹസിച്ചു. യാഥാർത്ഥ്യമറിയാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയില് മന്ത്രിയെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അന്വേഷണത്തിന്റെ ഒരു പുരോഗതിയാണ്. എന്നാൽ മന്ത്രിയെ ചോദ്യം ചെയ്ത് എവിടെയായി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. മന്ത്രി പറഞ്ഞത് എനിക്ക് പറയാനുള്ള കാര്യം അവർ കേട്ടു എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വമ്പൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടേണ്ടതുണ്ടെന്ന് രമേശ് ചെന്നിത്തല. കൈകൾ ശുദ്ധമാണെന്ന് CPM പറയുന്നു, എന്നാൽ ജയിലിൽ കിടക്കുന്നത് 3 CPM നേതാക്കളാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ സ്വർണം കടത്തിയവരാരാണെങ്കിലും അവരുടെ പേരിൽ നിയമപരമായ നടപടി ഉണ്ടാകണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ആരും നിയമത്തിന് അതീതരല്ല. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും ശബരിമലയിൽ നിന്നും സ്വർണ്ണമല്ല എന്തു നഷ്ടപ്പെട്ടാലും സങ്കടം തന്നെയാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. ഇപ്രാവശ്യത്തെ തന്ത്രി കണ്ഠരര് രാജീവരല്ല എന്നും മകനാണ് ചുമതല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്രാവശ്യത്തെ തന്ത്രി അദ്ദേഹമല്ല, ഇപ്രാവശ്യം മറ്റൊരാളാണ് തന്ത്രി, മോഹനന്റെ മകൻ. അതായത് വലിയവരാണെങ്കിലും സംരക്ഷിക്കപ്പെടില്ല എന്നുള്ള സന്ദേശം അവനവൻ അർഹതപ്പെട്ട കാര്യങ്ങളേ പറയാവുള്ളൂ. ഞാനൊന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണത്തിനായി കേസ് രജിസ്റ്റർ ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. PMLA നിയമപ്രകാരമാണ് ED ECIR രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് FIRലുള്ള മുഴുവൻ പേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് ED അന്വേഷണം നടത്തുക. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ 8-ാം തീയതി ഡയറക്ടറേറ്റിൽ നിന്ന് EDയുടെ കൊച്ചി യൂണിറ്റിന് അനുമതി ലഭിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ED അന്വേഷിക്കുന്നത്. ഒറ്റ കേസായാണ് അന്വേഷണം. കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR, അനുബന്ധ രേഖകൾ, സാക്ഷിമൊഴികൾ എന്നിവ നേരത്തെ തന്നെ EDക്ക് കൈമാറിയിരുന്നു. നിലവിൽ SIT കേസിൽ പ്രതികളായവരെല്ലാവരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലും പ്രതികളാകും. സ്വത്ത് മരവിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ED താമസിയാതെ കടക്കും. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കൊല്ലത്ത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകാനാണ് EDയുടെ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധനൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് ആദ്യം പരിശോധിക്കുന്നത്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളടക്കം SITയുടെ കേസിൽ പ്രതിചേർക്കപ്പെട്ട 15 പേരാണ് EDയുടെ ECIRലും പ്രതിസ്ഥാനത്തുള്ളത്. പ്രതികളെ ED അറസ്റ്റ് ചെയ്താൽ SIT കേസിൽ ജാമ്യം ലഭിച്ചാലും പ്രതികൾക്ക് പുറത്തിറങ്ങാനാവില്ല. കേസിൽ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് EDക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിക്കാത്തതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ പൂർണ്ണമായ ബില്ലുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. എന്നാൽ ബോർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കണക്കുകൾ സമർപ്പിക്കാൻ 1 മാസത്തെ സമയം കൂടി അനുവദിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചില്ല എങ്കിൽ അധികൃതർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. 2025 സെപ്റ്റംബർ 20-നാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. 45 ദിവസത്തിനകം കണക്കുകൾ അറിയിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. വിജയുടെ സിനിമാ കരിയറിൽ അവസാന ചിത്രമായ ജനനായകന്റെ റിലീസ് വൈകും. റിലീസിന് അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. കേസ് പൊങ്കൽ അവധിക്ക് ശേഷം 21-ന് പരിഗണിക്കും. വിഷയത്തിൽ നിർമ്മാതാക്കൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് വിജയ് അഭിനയിക്കുന്ന അവസാന ചിത്രമെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് ആരാധകർ ജനനായകനായി കാത്തിരിക്കുന്നത്. എന്നാൽ കോടതി വിധിയിൽ തിരിച്ചടി നേരിട്ടതോടെ ചിത്രം എപ്പോൾ തിയേറ്ററുകളിൽ എത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ. നേരത്തെ സിനിമ റിലീസ് ചെയ്യാൻ അനുമതി നൽകിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. UA സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. ജസ്റ്റിസ് PT ആശയാണ് കേസിൽ വിധി പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് ഉറപ്പ് നൽകിയതിനു ശേഷം റിവേഴ്സിംഗ് കമ്മിറ്റിക്ക് വിട്ടത് എന്തിനാണെന്ന് കോടതി മുൻപ് വാദത്തിനിടെ ചോദിച്ചിരുന്നു. കമ്മിറ്റിയിൽ അംഗമായ ഒരാൾ തന്നെ പരാതിക്കാരനാകുന്നത് അനാരോഗ്യമായ പ്രവണതയാണെന്നും കോടതി വിമർശനം ഉന്നയിച്ചു. എന്നാൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും CBFC ചെയർമാന് ഇടപെടാം എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ നിലപാട്. തുടർന്നാണ് സെൻസർ ബോർഡ് ഹർജി സമർപ്പിച്ചത്.
തങ്ങളുടെ ഭാഗം കൃത്യമായി കേൾക്കാൻ കോടതി തയ്യാറായില്ല എന്നും സത്യവാങ്മൂലം നൽകാനുള്ള അവസരം ലഭിച്ചില്ല എന്നുമായിരുന്നു സെൻസർ ബോർഡിന്റെ വാദം. അതേസമയം സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വന്നില്ല എങ്കിൽ പൊങ്കലിന് അപ്പുറത്തേക്ക് ജനനായകന്റെ റിലീസ് മാറുമെന്ന് ഉറപ്പാണ്. ഇനി 21 ശേഷമാണ് കേസ് പരിഗണിക്കുക. വിജയ് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയതിനാൽ താരത്തിന്റെ അവസാന സിനിമ എന്ന നിലയിലാണ് ജനനായകൻ ഒരുങ്ങിയത്. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമത തുടങ്ങിയ വമ്പൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര കരാർ വൈകുന്നതിന് പിന്നിൽ അപ്രതീക്ഷിത കാരണങ്ങൾ നിരത്തി അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുട്നിക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിക്കാത്തതാണ് കരാർ പൂർത്തിയാകാത്തതിന് കാരണമെന്നാണ് US വാണിജ്യ സെക്രട്ടറിയുടെ പുതിയ വെളിപ്പെടുത്തൽ. നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ പ്രസ്താവന. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം പ്രശസ്തമാണെങ്കിലും പുതിയ വ്യാപാര ഉടമ്പടികൾ സംബന്ധിച്ച ചർച്ചകൾക്ക് മോദിയുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ അമേരിക്ക പ്രതീക്ഷിക്കുന്നു എന്നാണ് US വാണിജ്യ സെക്രട്ടറിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിക്കാത്തതാണ് കരാർ പൂർത്തിയാകാത്തതിന് കാരണമെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. But let's be clear. It's his deal. Yeah. Okay? He's the closer. He does the deal. So I said, you got to have Modi. It's all set up. You have to have Modi call the president. They were uncomfortable doing it. So Modi didn't call. Wow. So that Friday left, the middle of the next week. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഇന്ത്യയും US തമ്മിൽ വ്യാപാര കരാർ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ഇരു വിഭാഗങ്ങളും 6 തവണ ചർച്ചകൾ നടത്തിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ 25% അടക്കം ഇന്ത്യക്കെതിരെ 50% നികുതിയാണ് US ചുമത്തിയിട്ടുള്ളത്. മറ്റേതു രാജ്യത്തെക്കാളും കൂടുതൽ നികുതി US ചുമത്തിയത് ഇന്ത്യക്കെതിരെയായിരുന്നു. വീണ്ടും ഇന്ത്യക്കെതിരെ 500% നികുതി ചുമത്താനുള്ള ബിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം US സെനറ്റർ ലിൻസെ ഗ്രഹാം അറിയിച്ചിരുന്നു. 2024-25 വരെ 4 വർഷം തുടർച്ചയായി US ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ 18% US-ലേക്കാണ്. ഇറക്കുമതി 6.22% മാത്രവും. അതേസമയം കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള 2 മാസങ്ങളിൽ കയറ്റുമതി 8.58%-ൽ നിന്നും 6.3%-ലേക്ക് ഇടിഞ്ഞതിനാൽ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരമേറ്റതു മുതൽ വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കാണ് ട്രംപ് മുൻഗണന നൽകുന്നത്. ഇന്ത്യയെ ഒരു നികുതി രാജ്യം എന്ന് ട്രംപ് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി കുറയ്ക്കുക എന്നത് ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ്. അതേസമയം അമേരിക്കൻ സെക്രട്ടറിയുടെ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ബഹിരാകാശ യാത്രികന്റെ ആരോഗ്യം മോശമായതിനെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കാൻ നാസ. ക്രൂ അംഗത്തിന്റെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് നേരത്തെ തീരുമാനിച്ചതിനും 1 മാസം മുൻപ് നാസ യാത്രികരെ തിരികെ എത്തിക്കും. Yesterday, January 7th, a single crew member on board the station experienced a medical situation and is now stable. The Dragon Endeavour spacecraft will depart the International Space Station with Commander Zena Cardman, pilot Mike Fink, Kimya Yui from JAXA, and Oleg Platonov of Roscosmos, and safely return them to Earth. രോഗം ശരിയായി നിർണ്ണയിക്കാനും ചികിത്സിക്കാനുമുള്ള സൗകര്യങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലില്ല. അതിനാൽ രോഗബാധിതനായ ബഹിരാകാശ യാത്രികനെയും 3 ക്രൂ അംഗങ്ങളെയും ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് നാസ തീരുമാനിച്ചിരിക്കുന്നത്. രോഗബാധിതനെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ നാസ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് നടത്താനിരുന്ന നിർണായകമായ ബഹിരാകാശ നടത്തം ഇന്നലെ മാറ്റിവെച്ചിരുന്നു. മൈക്ക് ഫിങ്കെ, സെന കാട്ട്മാൻ എന്നിവർ ചേർന്ന് നടത്താനിരുന്ന US സ്പേസ് വാക്ക് 97 എന്ന ദൗത്യമാണ് തടസ്സപ്പെട്ടത്. മറ്റു സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിലും ക്രൂ അംഗങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഏജൻസി പ്രഥമ പരിഗണന നൽകുന്നതെന്നും യാത്രികന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ബഹിരാകാശ നടത്തത്തിന്റെ പുതിയ തീയതിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കാമെന്നും ഏജൻസി വ്യക്തമാക്കി. 25 വർഷത്തിനിടെ ആദ്യമായാണ് മെഡിക്കൽ അടിയന്തരാവസ്ഥ കാരണം നാസ ഒരു ആസൂത്രിത ദൗത്യം വെട്ടിച്ചുരുക്കാൻ തീരുമാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തിയത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ. 88 ലക്ഷം യാത്രക്കാരാണ് 2025 അവസാന മാസം ദുബായ് വിമാനത്താവളത്തിലെത്തിയത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചാലും സുഗമമായി നടപടികൾ പൂർത്തിയാക്കാനുള്ള ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷിയാണ് ഇത് കാണിക്കുന്നത്. വിമാനത്താവളത്തിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനവും ആസൂത്രണവുമാണ് ഇത് സാധ്യമാക്കുന്നത് എന്ന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് മേധാവി പോൾ ഗ്രിഫിത്ത് പറഞ്ഞു.
ഈ വർഷം ജനുവരിയിലും വലിയ തിരക്കാണ് ദുബായ് വിമാനത്താവളത്തിൽ അനുഭവപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 3-ന് മാത്രം 3,24,000 യാത്രക്കാരാണ് ഇവിടെ എത്തിയത്. സ്ട്രൈക്കേഴ്സ് ഡാൻസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന രാഗോത്സവ് ദ ഇന്ത്യൻ നൈറ്റ് എന്ന പരിപാടി ജനുവരി 18-ന് നടക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷാർജ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ദി ഫ്ലാഗ് ഐലൻഡിലാണ് പരിപാടി നടക്കുക. സംഗീതം, നൃത്തം, ഫാഷൻ, കലാപ്രകടനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഇതെന്ന് പരിപാടിയുടെ മുഖ്യ സംഘാടക പത്മ രാമചന്ദ്രൻ പറഞ്ഞു. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള ടൈംലെസ് എക്കോസ് ഓഫ് SPB എന്ന പരിപാടിയാണ് മുഖ്യ ആകർഷണം. ഗായകരായ നിഖിൽ മാത്യു, വർഷ S കൃഷ്ണൻ, അഖില എന്നിവർ വേദിയിലെത്തും. വൈകുന്നേരം 4 മണി മുതൽ 12 മണി വരെ നടക്കുന്ന പരിപാടിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ലോകസഞ്ചാരികളുടെയും UAE നിവാസികളുടെയും ഇഷ്ട ഇടമായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ ഇത്തവണത്തെ സീസൺ മെയ് 30-ന് അവസാനിക്കും. ആഗോള ഗ്രാമത്തിന്റെ 30ാമത് പതിപ്പാണ് ഇത്തവണത്തേത്. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടേതുൾപ്പെടെ നിരവധി പവലിയനുകളാണ് ഗ്ലോബൽ വില്ലേജിലെ പ്രധാന ആകർഷണം. ലോകമെങ്ങും നിന്നുമുള്ള രുചി വൈവിധ്യം വിളമ്പുന്ന ഫുഡ് സ്ട്രീറ്റുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന വിനോദ ഇടങ്ങൾ എന്നിവയും ഗ്ലോബൽ വില്ലേജിനുണ്ട്. UAEയിലെ വിനോദസഞ്ചാര സീസൺ കൂടിയായതിനാൽ ലോക പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന നിരവധി കലാപരിപാടികളും ഗ്ലോബൽ വില്ലേജിൽ അരങ്ങേറുന്നുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഗ്ലോബൽ വില്ലേജിന്റെ 31ാം പതിപ്പിനും തുടക്കമാകും. 48ാമത് കിങ് ഫൈസൽ ഇന്റർനാഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. റിയാദിലെ പ്രിൻസ് സുൽത്താൻ ഗ്രാൻഡ് ഹാളിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രഖ്യാപനം. കിങ് ഫൈസൽ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൾ അസീസ് അൽസ സുബൈൽ പ്രഖ്യാപിച്ച അവാർഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക സേവനത്തിനുള്ള പുരസ്കാരം പ്രമുഖ സൗദി വ്യവസായി ഷെയ്ഖ് അബ്ദുൽ ലത്തീഫ് അൽ ഫയസാനും ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിലെ ഡോക്ടർ മുഹമ്മദ് അബു മൂസയും പങ്കിട്ടു. ഇസ്ലാമിക പഠന വിഭാഗത്തിൽ ഈജിപ്തിലെ ഡോക്ടർ അബ്ദുൽ ഹമീദ് ഹുസൈൻ ഹമൂദയും ജോർദാനിലെ ഡോക്ടർ മുഹമ്മദ് വുഹൈബ് ഹുസൈനും അവാർഡ് പങ്കിട്ടു. അറബി ഭാഷാ സാഹിത്യ വിഭാഗത്തിൽ ഫ്രാൻസിലെ പ്രൊഫസർ പിയറി ലാർച്ചർ ജേതാവായി. വൈദ്യശാസ്ത്ര വിഭാഗത്തിൽ ന്യൂയോർക്കിലെ പ്രൊഫസർ സ്വറ്റ്ലാന മുജ്സോവ് പുരസ്കാരം നേടി. ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ചിക്കാഗോ സർവകലാശാലയിലെ പ്രൊഫസർ കാർലോസ് കെനിഗ് അവാർഡിന് അർഹനായി. വിജയികൾക്ക് $2 ലക്ഷം സമ്മാനത്തുകയും 200 ഗ്രാം തൂക്കമുള്ള 24 കാരറ്റ് സ്വർണ്ണ മെഡലും പ്രശസ്തി പത്രവും ലഭിക്കും. ഡിജിറ്റൽ ഇടങ്ങളിലെ അപകടങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പുമായി UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപരിചിതമായ സന്ദേശങ്ങൾക്ക് മറുപടി കൊടുക്കുകയോ ലിങ്കുകൾ തുറക്കുകയോ ചെയ്യരുത് എന്ന് പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പിൽ പറയുന്നു. ഡിജിറ്റൽ മേഖലയിലെ ചതിക്കുഴികളെ കുറിച്ചുള്ള അവബോധം ആവശ്യമാണെന്നും UAE സ്റ്റേറ്റ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട്. വിവരസാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്തോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് UAEയിൽ കനത്ത ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. കുറ്റകൃത്യം തെളിയിക്കപ്പെട്ടാൽ 2 വർഷം വരെ തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. കുവൈറ്റിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മലയാളികളാണെന്ന് അനൌദ്യോഗിക റിപ്പോർട്ട്. തൃശൂർ, തൃപ്രയാർ, കോഴിക്കോട്, ബാലുശ്ശേരി സ്വദേശികളാണ് ഇവരെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 2-നാണ് ഷുഫൈബ് താമസ കേന്ദ്രം, കൈഫാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇവർ പിടിയിലായത്. 14 കിലോഗ്രാം ശുദ്ധ ഹെറോയിൻ, 8 കിലോഗ്രാം മെത്താഫെറ്റമൈൻ, 2 ഇലക്ട്രോണിക് അളവ് ഉപകരണങ്ങൾ എന്നിവ കുറ്റാന്വേഷണ വിഭാഗം ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു. കുവൈറ്റിനുള്ളിൽ വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് സൂക്ഷിച്ചവയായിരുന്നു ഇവ. രാജ്യത്തിന് പുറത്തുള്ള ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു പ്രതികളെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വിചാരണ പൂർത്തിയാക്കിയ ശേഷം കഴിഞ്ഞ ദിവസമാണ് ക്രിമിനൽ കോടതി ജഡ്ജി ഖാലിദ് അൽ താഹൂസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇരുവർക്കും വധശിക്ഷ വിധിച്ചത്. നിയമപരമായ കാരണത്താൽ പ്രതികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിൽ ടൂറിസം മേഖലയിൽ 10 ലക്ഷത്തിലേറെ ജീവനക്കാരുള്ളതായി ജനറൽ അതോറിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു. കഴിഞ്ഞ വർഷം 3ാം പാദ അവസാനത്തെ കണക്കുകൾ പ്രകാരം 3ാം പാദത്തിൽ ടൂറിസം മേഖലയിലെ ആകെ ജീവനക്കാർ 10,09,691 വർദ്ധിച്ചു. 2024-ലെ 3ാം പാദത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ കൊല്ലം 4ാം പാദത്തിൽ ടൂറിസം മേഖലാ ജീവനക്കാരുടെ എണ്ണം 6.4% തോതിൽ വർദ്ധിച്ചു. 2024 3ാം പാദത്തിൽ ടൂറിസം മേഖലാ ജീവനക്കാർ 9,48,629 ആയിരുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ടൂറിസം മേഖലാ ജീവനക്കാരിൽ 2,45,171 പേർ സ്വദേശികളാണ്. ആകെ ജീവനക്കാരിൽ 24.3% പേർ സൗദി പൗരന്മാരാണ്.
ജീവനക്കാരിൽ 7,64,520 പേർ വിദേശികളുമാണ്. 2026 ഹജ്ജ് കർമ്മം നിർവഹിക്കാനെത്തുന്ന 1,75,000 ഹാജിമാരുടെ യാത്ര, പുണ്യനഗരങ്ങളിലെ പാർപ്പിടം, ഹജ്ജ് നിർവഹണത്തിലെ മറ്റ് സജ്ജീകരണങ്ങൾ എന്നിവ ചർച്ച ചെയ്യാൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖർ കുമാറും സംഘവും സൗദിയിലെത്തി. സൗദി ഹജ്ജ് മന്ത്രാലയം അധികൃതരുമായും ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുമായും മറ്റ് ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരുമായും സംഘം മദീന ഇന്ത്യൻ ഹജ്ജ് പിൽഗ്രിംസ് ഓഫീസിൽ ചർച്ച നടത്തി. മദീനയിൽ ഇന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പാർപ്പിടങ്ങൾ, മെഡിക്കൽ സംവിധാനങ്ങൾ എന്നിവയും ഇവർ പരിശോധിച്ചു. കേന്ദ്ര ഹജ്ജ് സെക്രട്ടറി രാം സിംഗ്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി CEO ഷാനവാസ്, ഡയറക്ടർ നസീം അഹമ്മദ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. കലോത്സവ വേദിയുടെ പേരിൽ നിന്നും താമരപ്പൂവിനെ ഒഴിവാക്കിയതിൽ യുവമോർച്ചയുടെ പ്രതിഷേധം. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. താമരപ്പൂവിനെ ഒഴിവാക്കിയത് CPMന്റെ ജീർണത ബാധിച്ച രാഷ്ട്രീയമെന്ന് യുവമോർച്ച ആരോപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കിയതിനെതിരെയാണ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. താമരപ്പൂക്കൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാൻ എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. താമരയോട് കാണിക്കുന്ന അവഗണന സംസ്ഥാന സർക്കാരിന്റെ ഭയം മൂലമാണെന്ന് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് പറഞ്ഞു. ഇതുവരെ കേൾക്കാത്ത പുഷ്പത്തിന്റെ പേര് വരെ അതിലുണ്ട്. പക്ഷേ ദേശീയ പുഷ്പമായ താമരയെ ഒരു മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് വെറും രാഷ്ട്രീയ പ്രേരിതമല്ലേ? കൊച്ചുകുട്ടികൾ, വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പം മുതലേ തന്നെ അവർ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം അവർ കുത്തിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെയാണ് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെ ബന്ധപ്പെട്ടവർക്ക് താമര പുഷ്പം നൽകിക്കൊണ്ട് പ്രതിഷേധിക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം വിവാദം ഒഴിവാക്കാൻ വേണ്ടിയാണ് താമര മാറ്റിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഏറ്റവും ഒടുവിൽ ഇവിടെ തൃശ്ശൂർ വെച്ച് നടന്ന കലോത്സവത്തിലും താമര, അന്നും പുഷ്പങ്ങളുടെ പേരായിരുന്നല്ലോ എല്ലായിടത്തും ഇട്ടിരുന്നത്. അന്നും താമര ചിഹ്നം, താമര ഇല്ലായിരുന്നു. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അത് തന്നെ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടത് മാത്രമേ. 25 വേദികളിലായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കുന്നത്. സൂര്യകാന്തി മുതൽ ആമ്പൽപ്പൂവ് വരെ വേദികളുടെ പേരായി ഇടം പിടിച്ചപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ മാത്രമാണ് ഒഴിവാക്കിയതെന്നാണ് ആരോപണം. ദേശീയ പുഷ്പത്തിന്റെ പേര് വേദിക്ക് നൽകിയാൽ എന്താണ് വിവാദമെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനും ഉത്തരമില്ലെന്നും ആക്ഷേപമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. BJPയുടെ അജണ്ടയ്ക്കനുസരിച്ച് കേരളത്തെ രൂപപ്പെടുത്താനാണ് പിണറായിയുടെ ശ്രമമെന്ന് രമേശ് ചെന്നിത്തല. വർഗീയ വിഭജനം മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാനാണ് CPMന്റെ നീക്കം. ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം ഇവിടെ മുഖ്യമന്ത്രി നടത്താൻ ശ്രമിക്കുകയാണ് എന്നും മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദി തന്ത്രം പിണറായി വിജയൻ പകർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചേർന്നതാണോ? അത് സംസ്ഥാന താല്പര്യത്തിന് ഗുണകരമാണോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് മിൻറ്റോയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസി ആദ്യമായി ഇന്ത്യയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. ആ പോളിസിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ദുബായിൽ റോഡരികിൽ മാലിന്യം നിക്ഷേപിച്ചാൽ ഇനി മുതൽ പിടിക്കപ്പെടും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ക്യാമറകൾ ഇതിനായി സ്ഥാപിക്കുന്നു. സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാലിന്യം സ്വീകരിക്കുന്ന വാഹനങ്ങളിലും ഇത്തരം ക്യാമറകൾ ഘടിപ്പിക്കും. പൊതുസ്ഥലങ്ങളിൽ അശ്രദ്ധമായി മാലിന്യം ഉപേക്ഷിച്ചാൽ 500 ദിർഹമാണ് പിഴ. ആവശ്യം കഴിഞ്ഞ വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുന്നതും കുറ്റകരമാണ്. പരീക്ഷണ ഘട്ടത്തിന് ശേഷം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ സ്മാർട്ട് ക്യാമറകൾ സ്ഥാപിക്കാനാണ് പദ്ധതി. തൃശൂരിലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലേക്ക്. TN പ്രതാപൻ സേഫ് സീറ്റ് ലക്ഷ്യമിട്ടതോടെയാണ് പ്രതിസന്ധി. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മത്സരിക്കാനാണ് പ്രതാപന്റെ നീക്കം. കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിൽ DCC അധ്യക്ഷൻ കോഴ വാങ്ങിയെന്ന കൗൺസിലർ ലാലി ജെയിംസിന്റെ ആരോപണം. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജി. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിരോധത്തിലായിരിക്കുന്ന വേളയിലാണ് TN പ്രതാപന്റെ പുതിയ നീക്കങ്ങൾ നേതൃത്വത്തിന് തലവേദനയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ സേഫായ മണ്ഡലം തിരയാൻ തുടങ്ങിയതോടെ സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളടക്കം വഴിമുട്ടിയിരിക്കുകയാണ്. മണലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഗുരുവായൂർ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മത്സരിക്കാനാണ് TN പ്രതാപന്റെ നീക്കം. മുതിർന്ന നേതാക്കൾ മത്സരത്തിനിറങ്ങിയാൽ സീറ്റ് ആവശ്യത്തിൽ നിന്നും പിന്മാറണമെന്ന യുവ നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശവും നേതൃത്വം നൽകിയിട്ടുണ്ട്.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കൊടുങ്ങല്ലൂർ സീറ്റിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കെയാണ് കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ച TN പ്രതാപന്റെ നീക്കം. മാത്രമല്ല, ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി UDF നേതൃത്വത്തിനുള്ളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ കലഹം രൂക്ഷമായിരിക്കുന്ന വേളയിൽ ഗുരുവായൂർ സീറ്റിലും TN പ്രതാപന് കണ്ണുണ്ടെന്നാണ് വിവരം. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ K മുരളീധരനെ മത്സരിപ്പിക്കാനാണ് DCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മുരളീധരനേക്കാൾ വിജയസാധ്യത ഗുരുവായൂരിൽ TN പ്രതാപനാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഗുരുവായൂർ സീറ്റിനായി മുരളീധരനും TN പ്രതാപനും തമ്മിൽ ബലപരീക്ഷണം ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരന് വേണ്ടി TN പ്രതാപൻ മത്സരരംഗത്ത് നിന്നും പിന്മാറിയിരുന്നുവെന്നും ഗുരുവായൂർ സീറ്റിനായി ആ വിട്ടുവീഴ്ച ഉണ്ടാവില്ലെന്നുമാണ് പ്രതാപനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ വചനങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ. പുസ്തകോത്സവത്തിലെ അമൃത ബുക്സിൻ്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും 2 പുസ്തകങ്ങൾ കൂടി നിയമസഭാ ഗ്രന്ഥശാലയുടെ ഭാഗമായി. സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ അറിവിനെ ഉണർത്താനുള്ള ശക്തി ഗുരുവിന്റെ വാക്കുകൾക്കാണുള്ളത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായുള്ള അമൃത ബുക്ക് സ്റ്റോളിലേക്ക് എത്തുമ്പോൾ ആദ്യം നമ്മെ സ്വാഗതം ചെയ്യുന്നത് അമ്മയുടെ ഈ വചനമാണ്. പുസ്തകങ്ങൾ എന്നും നല്ല വഴികാട്ടികളാണ്. അക്ഷരോത്സവ വേദിയിൽ അമ്മയുടെ സന്ദേശങ്ങൾ അടങ്ങുന്ന ഒട്ടേറെ പുസ്തകങ്ങളുണ്ട്. അമ്മയുടെ ശിഷ്യന്മാരും ഭക്തരും എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ഫസ്റ്റ് ഇയറാണ് KLIBF നമുക്കൊരു സ്റ്റാള് കിട്ടുന്നത്. അമ്മയുടെ ഉപദേശം ഉൾക്കൊണ്ട് ഹാർമോണിയസ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള അങ്ങനത്തെ മെസ്സേജസ് അമ്മയുടെ ഉള്ള ബുക്സാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്കുള്ളത്. അമ്മയുടെ സീനിയർ ഡിസൈപ്പിൾസ് എഴുതിയതാണ് ഒരുവിധം എല്ലാ ബുക്കുകളും. അമ്മയുടെ സീനിയർ ശിഷ്യന്മാർ സന്യാസിമാരും എഴുതിയ ബുക്സ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയത്. ചരിത്രശേഖരമായ നിയമസഭാ ഗ്രന്ഥശാലയിൽ ഇനി അമൃത ബുക്സിന്റെയും അമൃത സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെയും 2 പുസ്തകങ്ങൾ കൂടി ഇടം പിടിക്കും. 100 വർഷത്തിന് മുകളിലായിട്ട് ഉള്ള കേരള നിയമസഭാ ലൈബ്രറിയിൽ നമ്മുടെ 2 ബുക്ക് സെലക്ട് ആയിട്ടുണ്ട്. ടീച്ചിങ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് അമൃത ബുക്സിൻ്റെയും സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ 2 ബുക്കും നമുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പം അത് അവരുടെ ലൈബ്രറിയിൽ ഇനി മുതൽ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കും. ആത്മീയതയുടെ അന്തസത്ത മനസ്സിലാക്കാൻ ഉതകുന്നതും മഹാഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥങ്ങളെ ലളിതമായ ഭാഷയിൽ വിവരിക്കുന്ന പുസ്തകങ്ങളുമൊക്കെയായി വൈവിധ്യമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോർ എവർ. മകരവിളക്കിന് ദിവസങ്ങൾ ശേഷിക്കെ ശബരിമലയിൽ സുരക്ഷയ്ക്കായി പുതിയ പോലീസ് സേന ചുമതലയേറ്റു. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള 2000-ഓളം പോലീസുകാരെയാണ് സന്നിധാനത്തേക്ക് നിയോഗിച്ചിരിക്കുന്നത്. അതേസമയം ദർശനത്തിലുള്ള തിരക്ക് തുടരുകയാണ്. അയ്യപ്പ ഭക്തർ കാത്തിരുന്ന മകരവിളക്കിന് 5 ദിവസം ശേഷിക്കെയാണ് സന്നിധാനത്ത് പുതിയ ബാച്ച് പോലീസ് ചുമതലയേറ്റത്. SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ 2000-ഓളം പോലീസുകാരാണ് ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 5-6 മണിക്കൂറല്ല, അതിൽ കൂടുതൽ സമയം ക്യൂവിൽ നിന്ന് വരുന്ന ഭക്തന്മാരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇത്രയും ദൂരം അവരുടെ നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളും ഫ്രസ്ട്രേഷൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് എല്ലാവരും തന്നെ വളരെ സംയമനത്തോടു കൂടി തന്നെ അവരെ ഹാൻഡിൽ ചെയ്യണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 10 DYSPമാരും 35 CIമാരുടെ കീഴിലാണ് സന്നിധാനത്ത് പുതിയ പോലീസ് വിന്യാസം. സുരക്ഷാ ക്രമീകരണങ്ങൾ ശബരിമല ചീഫ് കോർഡിനേറ്ററും ADGPയുമായ S ശ്രീജിത്ത് അടുത്ത ദിവസം വിലയിരുത്തും. മകരവിളക്കിന് നട തുറന്നതു മുതൽ ക്രമാതീതമായ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 70ഓളം ഭക്തർ 18-ാം പടി ചവിട്ടുന്നതിന് പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ തിരക്കുണ്ടായാൽ എരുമേലി, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം.
മണിക്കൂറുകൾ കാത്തുനിന്നാണ് നിലവിൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്തുന്നത്. ഇപ്പൊ ഇവിടെ അയ്യപ്പ റോഡിന്റെ അവിടുന്ന് മുതലാ തിരക്ക് വന്നത്. ഇപ്പൊ നല്ല തിരക്കാണ് കാണുന്നത്. പോലീസിന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് മകരവിളക്ക് സീസൺ സുഗമമായി പൂർത്തീകരിക്കാൻ ഭക്തർ സഹകരിക്കണമെന്നാണ് പോലീസിന്റെ അഭ്യർത്ഥന. അമൃത ന്യൂസ്, സന്നിധാനം. ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങൾക്ക് തിരിച്ചടി. ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം മോശമായതിന് പിന്നാലെ ഇന്ത്യൻ കമ്പനിയായ SG ബംഗ്ലാദേശ് ക്രിക്കറ്റ് താരങ്ങളുടെ സ്പോൺസർഷിപ്പ് പിൻവലിക്കാൻ ഒരുങ്ങുകയാണ്. ഇതോടെ താരങ്ങൾക്ക് തങ്ങളുടെ ബാറ്റുകളുടെ സ്പോൺസർഷിപ്പിനായി പുതിയ സ്പോൺസർമാരെ തേടേണ്ടതായി വരും. വരും ദിവസങ്ങളിൽ SG ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയേക്കും. ഇതിന് പിന്നാലെ കൂടുതൽ ഇന്ത്യൻ കമ്പനികളും സ്പോൺസർഷിപ്പിൽ നിന്നും പിന്മാറാനാണ് സാധ്യത. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.